നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾ അറിഞ്ഞ വാർത്തയാണ്. ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് ജോയിൻ്റ് ആയിട്ട് പ്രസ് കോൺഫറൻസ് നടത്തി. അതായത് അമേരിക്ക ഗാസ ഏറ്റെടുക്കുകയാണ്. അത് ലോങ് ടേം ആയിട്ടാണ് ഏറ്റെടുക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി അമേരിക്കൻ പത്രങ്ങൾ പറയുന്നത്, ആ വാർത്തകൾ ശ്രദ്ധിക്കണം, അതിനെ ഒരു ഫിനാൻഷ്യൽ ഹബ്ബായിട്ട് മാറ്റുക, ഒരു ട്രേഡ് സെൻ്ററായിട്ട് മാറ്റുക, ഒരു വലിയ അറ്റ്ലാന്റിക്കുമായിട്ട് ബന്ധപ്പെട്ട സീസൈഡ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റുക. ഇതൊക്കെയാണ് അമേരിക്ക. അതിന് പൂർണ്ണമായിട്ട് ഫണ്ടിങ് അമേരിക്ക നടത്തുകയായിരിക്കും. ഒരു ലോങ് ടേം, വളരെ കാലം ഇത് അമേരിക്കയുടെ കസ്റ്റഡിയിലായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങളുണ്ട്. ഇപ്പം ചില ആൾക്കാരുടെയൊക്കെ ധാരണ, അപ്പം ഈ വരുന്ന ഫെബ്രുവരി 11 ജോർദാനിയൻ റൂളർ കിങ് അബ്ദുള്ള അദ്ദേഹം അമേരിക്കയിൽ പോവുകയാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പല വീഡിയോ ചെയ്തു. കാരണം ഇന്തോനേഷ്യയുടെ ഒരു ഓപ്ഷൻ അത് ഓൾമോസ്റ്റ് ഡീല് നടത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ ഈജിപ്തിലോട്ടും ജോർദാനിലോട്ടും ഇവരെ അങ്ങോട്ട് മാറ്റാൻ പോവുകയാണ് പാലസ്തീൻ, അതായത് ഈ ഹമാസുമായിട്ട് ബന്ധമുള്ള പാലസ്തീൻകാരെ. പെട്ടെന്ന് അറേബ്യൻ രാജ്യങ്ങൾ പെട്ടെന്ന് ഒറ്റയടിക്കുക, ഒരു ജോയിന്റ് പ്രസ് കോൺഫറൻസിൽ എത്നിസിറ്റി ക്ലീനിങ് അത് നടക്കില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇന്നോ ഇന്നലെയോ ഒരാഴ്ച കൊണ്ടോ ഉണ്ടായതൊരു സംഭവമൊന്നുമല്ല. എന്നാണ് ട്രംപ് എലക്റ്റഡായിട്ട് അധികാരത്തിലേറിയത് അന്ന് മുതൽ ഇതുമായിട്ടുള്ള ഡിസ്കഷൻ ഈ അറബ് രാജ്യങ്ങളുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തു. കാരണം അവിടെ ഈ രണ്ട് രാജ്യം, ഈജിപ്തിലാണെങ്കിലും ജോർദാനിലാണെങ്കിലും ഇവരെ താമസിപ്പിക്കാനുള്ള സ്ഥലത്തിൻ്റെ പണി ആരംഭിച്ചു, കൺസ്ട്രക്ഷൻ വർക്ക് ആരംഭിച്ചു. അപ്പം നിങ്ങൾ ചോദിക്കുക എന്ത് വർക്കാന്ന് ചോദിക്കും. ഈ ഹമാസും ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം നടന്നിട്ട് ഏകദേശം 15 മാസമായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 3.5 ലക്ഷത്തോളം ഈ ഗാസയിലുള്ളവർ ഈജിപ്തിൽ താമസിക്കുക, അവിടുന്ന് വിട്ടുപോയേക്കുക. അപ്പം അവരെവിടെ പോവുക? അടുത്ത ചോദ്യം. ആ സന്ദർഭത്തിലാണ് 2-3 ഓപ്ഷൻ അമേരിക്ക മുന്നിൽ വെക്കുന്നത്. അത് ഈ അറബ് രാജ്യങ്ങളൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് വലിയ കാര്യമാക്കൊന്നും വേണ്ട. അപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, അമേരിക്ക വലിയൊരു സാമ്പത്തിക ശക്തിയാണ്. ലോകത്തിന് പല രാജ്യങ്ങൾക്കും കടം കൊടുക്കുന്നൊരു സംഭവമാണ് ലോക ബാങ്ക്, പിന്നെ IMF. ഇത് രണ്ടും അമേരിക്കയുടെ കസ്റ്റഡിയിൽ. ഈ രണ്ട് ഭാഗം, ഈ ലോക ബാങ്കിൽ നിന്ന്, വേൾഡ് ബാങ്കിൽ നിന്നും IMF നിന്ന് ഈ ജോർദാന് പണം കൊടുത്തില്ല, അവൻ പട്ടിണിയായിപ്പോയി. കാരണം ഇവിടുത്തെ ഈജിപ്തിൻ്റെ എക്കണോമിക് ക്രൈസിസ് നിങ്ങൾക്കറിയാം. അവർക്ക് 6 ബില്യനാണ് 2024-26 വേൾഡ് ബാങ്ക് കൊടുക്കാൻ പോകുന്നത്. അമേരിക്ക അത് ഡിലേ ആക്കുവാണെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് പ്രോജക്റ്റുകളെല്ലാം മരവിച്ചു പോയി. അവിടെ സാലറി കൊടുക്കാൻ പോലും സംഭവമില്ല. അതേപോലെ ക്രൈസിസിലാണ് ഈജിപ്റ്റ്. ഇതുപോലെ തന്നെയാണ് ഏകദേശം 600-700 മില്യൺ വേൾഡ് ബാങ്കിൽ നിന്ന് ജോർദാൻ കടമെടുക്കാൻ പോയി 2024-25. അഡീഷണലായിട്ട് 400 മില്യൺ. ഇതാണ് ഇതിൻ്റെ ഇഷ്യൂ. കാരണം പവർ എവിടെയാണുള്ളത്, ഫിനാൻഷ്യൽ പവർ എവിടെയാണുള്ളത്, മിലിറ്ററി പവർ എവിടെയാണുള്ളത്, അവിടെയാണ് രാജ്യങ്ങൾ പോവുകയുള്ളൂ. അടുത്ത പോയിന്റ്, ഇത് സൗദി അറേബ്യയോടും UAE-യോടും നിരന്തരം ഡിസ്കഷൻ നടന്നു. ഈ 2 രാജ്യങ്ങൾക്ക് താല്പര്യം ഇത് അമേരിക്ക അത് ഏറ്റെടുക്കുന്നതാണ്. അപ്പം അതിൻ്റെ പേരിലാണ് ഒരു പത്രസമ്മേളനം നടത്തിയതിനെ പെട്ടെന്ന് കയറി വന്ന് പറഞ്ഞതൊന്നും അല്ല. അതായത് പല സംഭവങ്ങളും പല പത്രങ്ങളിൽ കൂടെ ഞാൻ വായിച്ചറിഞ്ഞിട്ടാണ് നേരത്തെ ഈ വീഡിയോ ചെയ്തത്. അപ്പം അതിപ്പം പബ്ലിക്കായിട്ട് ട്രംപ് പറയുന്നത് ഞങ്ങളിത് ഏറ്റെടുക്കുകയാണ്, അമേരിക്ക ഏറ്റെടുക്കുകയാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ചോദിച്ചു അമേരിക്കൻ ബേസ് അവിടെ വരുമോ? ട്രംപ് പറഞ്ഞു ആവശ്യമെങ്കിൽ ബേസ് വരാം. പക്ഷേ കൃത്യമായിട്ട് അറിഞ്ഞു ദോഹയിലുള്ള ബേസ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അമേരിക്കൻ ബേസ്. അത് ദോഹ ബേസിനോട് താല്പര്യമില്ല. കാരണം ഖത്തറുമായിട്ടുള്ള പ്രശ്നം, അതിന് ടെററിസ്റ്റിന് അനുകൂലമായിട്ടോ ഹമാസിന് അനുകൂലമായിട്ടോ ഗ്ലോബലായിട്ട് വേൾഡ് ടെററിസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് ഖത്തർ. അതുകൊണ്ട് അമേരിക്കൻ ബേസ് ഇനി ഖത്തറിൽ വേണ്ട എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ്,
സിറിയയിലുണ്ടായിരുന്ന അമേരിക്കൻ ബേസ് അവർ വിഡ്രോ ചെയ്യുക. അമേരിക്കയുടെ താല്പര്യം സിറിയയ്ക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഇസ്രായേൽ കൊടുക്കട്ടെ. അതായത് വരുന്ന ഇപ്പോഴത്തെ സിറിയൻ പ്രസിഡന്റ് ജൊലാനി എന്ന് പറയുന്ന ഇസ്രായേലിന്റെ അടിമയായിട്ട് ജീവിച്ചോണം. ഇത് നിങ്ങളെ ഗെയിം നോക്കുക, ജിയോ പൊളിറ്റിക്സിന്റെ ഗെയിം നോക്കുക. അവിടെ ഗസയിലോട്ട് ദോഹയെന്ന് ബേസ് മാറ്റുന്നു. നമ്പർ 1 അത് പറഞ്ഞു കഴിഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ ബേസ്, കാരണം ഈജിപ്തിൻ്റെ ആവശ്യമാണ് അമേരിക്കൻ ബേസ് ഈജിപ്തിലും ആ ഭാഗത്ത്. കാരണം സൂയസ് കനാലും ഈ പറഞ്ഞ യമനീസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത് സൗദി അറേബ്യയുടെയും കൂടെ ആവശ്യമാണ് അമേരിക്കൻ ബേസ് അവിടെ വേണം. കാരണം യമൻ ഹൂത്തീസും ഈ പറയുന്ന ഷിയ മിലിറ്റൻസിയും ഈ സൗദി അറേബ്യയ്ക്കും UAEക്കും പേടിയെ. കാരണം അവർ അമേരിക്കൻ ബേസ് അവിടെ ഉണ്ടെങ്കിൽ ഇതിനെ രണ്ടുപേരെ ഇവരങ്ങ് ഹാൻഡിൽ ചെയ്യും. ഇതൊക്കെ ഓരോ രാജ്യങ്ങളുടെ, അറബ് രാജ്യങ്ങളുടെ സെക്യൂരിറ്റി ഇഷ്യൂവാ. അതാ മനസ്സിലാക്കുക. ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, സ്ട്രാറ്റജിക്കൽ സെക്യൂരിറ്റി ഉണ്ട്. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തുള്ള പോക്കാണ് ഇപ്പോഴത്തെ ഒരു പോക്ക്. അപ്പൊ അതാണ് ഈ പറയുന്ന ഹമാസിന്റെ പൊട്ടന്മാർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ സുഡാപ്പികൾക്ക് ഈ ഗെയിം മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ്? പുറമേ പറയുന്നേ ഉള്ളൂ സൗദി അറേബ്യ, UAE, മറ്റുള്ള അറബ് രാജ്യങ്ങൾ. അവർക്കെല്ലാം അവിടെ അമേരിക്ക അവിടെ വരണം. അതുകൊണ്ടാണ് ഈ അമേരിക്കൻ ബേസിന് വേണ്ടി UAE കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. കാരണം അവരുടെ സെക്യൂരിറ്റി ഒരു മാറ്റർ ചെയ്യുന്നുണ്ട്, കൺസേൺഡ് അവര്. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ഫ്രാൻസിനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് അബുദാബിയിൽ ഒരു സ്ക്വാഡ്രൺ ഇസ്രായേലി IDFന് കൊടുത്തിരിക്കുന്നത്. കാരണം സെക്യൂരിറ്റി മാറ്റേഴ്സാണ്. കാരണം ഈ രാജ്യങ്ങളിലൊന്നും മിലിറ്ററി പവർഫുൾ അല്ല. ഇപ്പോൾ ഹൂത്തി അവിടെ അടിക്കാൻ വേണ്ടി യമനിൽ പോയി കഴിഞ്ഞപ്പം മാസീവായിട്ടാണ് സൗദി അറേബ്യക്ക് UAEക്ക് അടി കിട്ടിയത്. ഒത്തിരി പേര് കൊല്ലപ്പെട്ടു. അവർ ശരിക്കും അവിടെ അങ്ങ് തോറ്റുപോയി. അവർക്ക് ഈ പ്രൊഫഷണൽ ആർമിയുള്ള രാജ്യങ്ങളൊന്നും അല്ല ഇവരൊന്നും. അവിടെ അമേരിക്കൻ ബേസ് വരണം എന്നുള്ള ഈ രണ്ടുപേരുടെ എന്താ. അപ്പം അമേരിക്ക അവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ മനസ്സിലാക്കും. അടുത്ത ദുബായും സിംഗപ്പൂരും ഒരു എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ മാഗസിൻ പറഞ്ഞ കറക്റ്റ്. ട്രംപിനെ എതിർക്കുന്നവരാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് മിഡിൽ ഈസ്റ്റിൻ്റെ, വെസ്റ്റ് ഏഷ്യയുടെ പ്രശ്നം മാറും അവരോട് വന്നു കഴിഞ്ഞാൽ. കാര്യം ഏറ്റവും വലിയ പ്രശ്നം ഈ ഗാസയും പാലസ്തീനും. അതിനകത്ത് ട്രംപ് പറഞ്ഞ് മറ്റൊരു സംഭവം ശ്രദ്ധിച്ചോണം. ലോകത്തെല്ലാവർക്കും കൂടെ വരാം, പ്രത്യേകിച്ച് കുറച്ച് മാത്രമേ പാലസ്റ്റീൻസിനെ കയറ്റത്തുള്ളൂ. ആരെയാ? ക്രിസ്ത്യനായിട്ടുള്ള പാലസ്റ്റീൻസിനെ മാത്രമേ കയറ്റുകയുള്ളൂ. ഇന്നത്തെ സൈഡ് ടോക്സ് നടക്കുന്ന സംഭവമുണ്ട്. ബേത്ലഹേമിൻ്റെ കൺട്രോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. കാരണം ഇസ്രായേൽ വേണ്ട, അമേരിക്കയുടെ കസ്റ്റഡിയിലാക്കും. കാരണം ക്രിസ്ത്യൻ നേഷനാണ്, കാരണം ഹോളി ലാൻഡാണ്. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്യുക. അപ്പം അക്സ അതിൻ്റെ കൺട്രോൾ ജോർദാന്, അവർക്കാണ് കൺട്രോൾ. പക്ഷേ സ്ഥലം ഇരിക്കുന്നത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് പോവുക. ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ പല വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇനി പാലസ്റ്റീൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവത്തില്ല. 2 നേഷൻ 2 അതൊക്കെ ഉണ്ടാകാനേ. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ജർമ്മനിയും ഫ്രാൻസും ഈ എത്നിക് ക്ലീൻസിങ് അതിനെ എതിർക്കുന്നത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഫ്രാൻസ് ഭരിക്കുന്ന ഗവൺമെൻറ്, അതായത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഇലക്ഷനിൽ പോകുന്ന ഗവൺമെൻറ്. അവർക്കെന്തും പറയാം. ഇനി അടുത്ത ജർമ്മൻ സ്കോൾസ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പാർലമെൻറ്റിൽ. അവിടെ വേറെ അടുത്ത പൊളിറ്റിക്കൽ പാർട്ടി മേജർ അടുത്ത പ്രതിപക്ഷം ആരാണ്? ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്, അതും അല്ലെങ്കിൽ AFD ഒരുമിച്ച് വരുമെന്നാണ് പറയുന്നത്. അവരതിനെ അനുകൂലിക്കുക. ഫ്രാൻസിലെ ലീപ്പൻ അവിടുത്തെ പ്രതിപക്ഷം, അവർ വരുമെന്നാണ് പറയുന്നത്. അവരും ഈ പറയുന്ന അമേരിക്കൻ പ്രപ്പോസലിനെ അനുകൂലിക്കൂ. പിന്നെ ആരെ അവരെ എതിർക്കുന്നത്? പിന്നെ ട്രംപിൻ്റെ ടാരിഫ് എന്ന് പറഞ്ഞ് വലിയൊരു വാള് അതിന് മേളിൽ നിൽപ്പുണ്ട്. ആരെതിർക്കാൻ പറ്റും? ഇതാണ് എൻ്റെ റിയാലിറ്റി. മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്ത് ആ കാര്യം പറയാം. ഈ ഗാസ എന്ന് പറയുന്ന സാധനം കാണത്തില്ല. നിങ്ങളൊരു 5-10 ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ 8 ബിൽഡിങ്ങും തകർന്നു പോയി. ഞാൻ ഈ ഗാസയിൽ പോയിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നല്ലൊരു ബസലിംഗ് സംഭവമായിരുന്നു. പിന്നീട് ഇതിനകത്തോട്ട് ഈ ഇസ്ലാമിക് ടെററിസവും ഇത് സംഭവം കയറി വന്നതിനെ നാശകോണാലിയാക്കി. ലോകത്തെല്ലാ രാജ്യങ്ങളും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഗാസയിലെ പല സംഭവങ്ങളുണ്ട്. കാരണം ഒരു ജോലിയും ചെയ്യാത്ത ആൾക്കാരായി ഇഷ്ടംപോലെ ഫണ്ട് വരുന്നുണ്ട്. അതുപയോഗിച്ച് ടെററിസവും കുട്ടികളെ വളർത്തും, അത് പക്ക പൊട്ടന്മാരായിട്ട് ടെറർ ബ്രീഡിങ് ഫാക്ടറികളായിട്ട് മാറി. അതാണ് റിയാലിറ്റി. അതുകൊണ്ടാണ് WHO സംഭവമൊക്കെ. ഇനിയും ഈ അമേരിക്ക എതിർത്ത് ഈ മറ്റുള്ള ഏതെങ്കിലും രാജ്യം വരെ സപ്പോർട്ട് ചെയ്യുമോ?
എൻ്റെ ചോദ്യമാണ്, അമേരിക്കയെ എതിർത്തിട്ട് ഏതെങ്കിലും രാജ്യം ഇൻക്ലൂഡിങ് ഉറുദുഖാൻ സപ്പോർട്ട് ചെയ്യുക? അന്ന് അമേരിക്ക നാറ്റോയിൽ നിന്ന് പിന്മാറും. നാറ്റോയിൽ നിന്ന് അമേരിക്ക പിന്മാറിക്കഴിഞ്ഞാൽ ഉറുദുഖാനെ പിന്നെ ഏത് പുല്ല സപ്പോർട്ട് ചെയ്യുന്നു? അത് നമ്മൾ ഈ പറയുമ്പോൾ ജിയോ പൊളിറ്റിക്സ് നോക്കി നിൽക്കണം. എന്താണ് നാറ്റോയുടെ ഇപ്പോഴത്തെ ചീഫ് അതെന്താ പറഞ്ഞ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട്? അമേരിക്ക എന്ന് നാറ്റോയിൽ നിന്ന് പോകുന്നു, അന്ന് നാറ്റോ ഇല്ല. കാരണം മേജർ സംഭവം അമേരിക്ക. ഉറുദുഖാനി ആളാകുന്നത് നാറ്റോ അമേരിക്ക ഉള്ളത് കൊണ്ടാണ്. ട്രംപ് പറയാൻ നാളെ എക്സിക്യൂട്ടീവ് ഓർഡർ നാളെ പറയാൻ നാറ്റോയിൽ നിന്ന് പറഞ്ഞാൽ നാറ്റോ തീർന്നു. കാരണം ഈ നാറ്റോ രാജ്യങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ്, ഇൻക്ലൂഡിങ് ടർക്കിയിൽ പോലും. നിങ്ങളെ ഗെയിം പ്ലാൻ മനസ്സിലാക്കി. ഇത് ആരും അമേരിക്ക ചുമ്മാതെ വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എതിർക്കുന്നേ ഉള്ളൂ. ഇവർക്കൊന്നും ഇവരെ ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ എതിർക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ റിയാലിറ്റി. ഒരു ഒത്തിരി ഗെയിമുണ്ട് സംഭവം. അതുകൊണ്ട് തന്നെ അവർ ലോക പോലീസ് പറഞ്ഞു, ഞങ്ങൾ ഗാസ ഏറ്റെടുക്കാൻ പോയി. അവർ ഗ്രീൻലാൻഡിൻ്റെ കാര്യം പറയും. എന്താ സംഭവം ഉണ്ടായത്? ആദ്യം ഡാനിഷ് പ്രൈം മിനിസ്റ്റർ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി സപ്പോർട്ട് മേടിച്ചു. അവസാനം ഡാനിഷ് പ്രൈം മിനിസ്റ്ററിന് ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാം എന്താ പറഞ്ഞതെന്ന്? അമേരിക്ക ഞങ്ങളുടെ ഒരു വലിയ ബന്ധുവാണ്, ഒരു ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പാണ്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന രാജ്യമാണ്. കാരണം ഡെൻമാർക്ക് പോലും അവരുടെ എക്കോണമി നിലനിർത്തുന്നതിൻ്റെ അകത്ത് അമേരിക്കയിലോട്ടുള്ള എക്സ്പോർട്ട് ഉണ്ട്. അന്ന് റിയാലിറ്റി. അവരെന്താ പിന്നീട് ഈ ഗ്രീൻലാൻഡിൻ്റെ പ്രധാനമന്ത്രിയെ പറഞ്ഞെന്നറിയും? അവർ ഹിതപരിശോധന നേരത്തെ ഇലക്ഷൻ നടത്താൻ പോവുകയാണ്, അമേരിക്കയോട് ലയിക്കണോ വേണ്ടായോ. അപ്പോൾ അവരുടെ ജനങ്ങളുടെ അവിടെ ആൾക്കാരുടെ ഒക്കെ ബൈറ്റുകൾ വരാൻ തുടങ്ങി പല സോഷ്യൽ മീഡിയയിലും പല പത്രങ്ങളിലും. അവരെന്താ പറഞ്ഞ്? അവർക്ക് അമേരിക്കയുടെ കൂടെ ലയിക്കണം. കാരണം ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ദ്വീപ് $2 ബില്യൺ എല്ലാ വർഷവും മുടക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഡെൻമാർക്ക്. അവരുടെ ഇത്രയും പണമില്ല. എന്താ അവിടെ ഉള്ളത്? എന്താന്ന് പറയേ? ഖനികളും മൈനിങ്ങും ഒന്നും അവർക്ക് ചെയ്യാൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞ രാജ്യത്തിന് എക്സ്പ്ലോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഇവിടെ അമേരിക്ക വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ജനങ്ങളുടെ പ്രശ്നം മാറൂ. അവിടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ ഫിഷിങ്. ഇതാണ് അവിടെ ഈ ഗ്രീൻലാൻഡ്. അത് എടുത്ത് വായിച്ചു നോക്ക്. ഇതാണ് അമേരിക്ക ലോക പോലീസ് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അവർ പറഞ്ഞു തീരുമാനിച്ചു. അതാണ് ബംഗ്ലാദേശി. നീ മര്യാദയ്ക്ക് നിന്നെ തൊലച്ചു. ഇത് തന്നെയുള്ള ഗാസ ചുമ്മാ നീ പറയുന്നതാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ യഥാർത്ഥത്തിലുണ്ട് അമേരിക്ക ഇത് ഏറ്റെടുക്കും, എല്ലാ രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യും. മറ്റുള്ള രാജ്യം അമേരിക്കയുടെ കസ്റ്റഡിയിലായിരിക്കും. ഇത് ഒരു സിംഗപ്പൂരോ ദുബായോ പോലെ ഈ സംഭവത്തെ ഇവരങ്ങ് വളർത്തിയെടുക്കും. അതായത് കൃത്യമായിട്ട് പറയും എന്താണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്? ഇവരെ തൊലയ്ക്കും, ഇവരെ പൂർണ്ണമായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്. ഇനി ഗാസ എവിടെ ഹമാസ് പോകും? ഹമാസിന് പോകാനൊരു സ്ഥലമുണ്ട്. ഞാൻ അവരോട് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് മിനി പാകിസ്ഥാനിൽ കോഴിക്കോട്ട് വന്നിറങ്ങിയിട്ട് അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ അനുമോദിക്കാൻ നിങ്ങൾക്ക് റെഡ് കാർപ്പറ്റും തരം വാരിയം കുന്നതിൻ്റെ വലിയ ടീമുകൾ അവിടെ ഉണ്ട്. നല്ലൊരു സ്ഥലം തന്നെയാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു.